Good afternoon. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? An overview of health and hospital administration എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തില്ലേ? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ആയില്ലേ? ഒബ്ജക്റ്റീവ്സ് 5th പോയിന്റ് പറഞ്ഞു. ഓക്കെ, 5 പോയിന്റ്സ് കംപ്ലീറ്റ് ആണ് അല്ലെ? 5 പോയിന്റ്സ് വരെ കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു 5 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ബാക്കി പോയിന്റ്സിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ആണെങ്കിലും ഇൻക്ലൂഡഡ് ആയ ചെയ്ത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ചെയ്ത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ കേട്ടോ. അപ്പൊ അതില് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെയാണ്. ഒബ്ജക്റ്റീവ്സിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും വരാറ്, എങ്കിൽ പോലും വരുന്നത് ഇതുപോലെ ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയേ, ആദ്യത്തെ 5 പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ അല്ലെ? എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഒരു അവബോധം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ അവയർനെസ് അല്ലെങ്കിൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത്തത് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങളെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആ ഒരു ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുടെ ആ ഒരു കാര്യക്ഷമതയും മികച്ചതാക്കാൻ ശ്രമിക്കുക. Then നാലാമത്തെ പോയിന്റ് പറഞ്ഞത് ടു ഇൻക്രീസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. അതുപോലെ തന്നെ നല്ല ഉയർന്ന ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ പരിചരണ സംവിധാനങ്ങളും മുതലായവയൊക്കെ വികസിപ്പിക്കാനായിട്ട് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹനം നൽകുക. Then 5th പോയിന്റിൽ പറഞ്ഞത് ടു എൻകറേജിങ് മീറ്റിംഗ് to exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies and public for the improvement of hospital and healthcare delivery system. ഹോസ്പിറ്റലിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങളുടെയും ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുടെയും ഇംപ്രൂവ്മെന്റിനെയും മെച്ചപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്കിടയിലോ അക്കാഡമിഷ്യൻസിനുമായി ബന്ധപ്പെട്ടോ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ടോ ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി നിയമാനുസൃതമായ ഡിഫറെന്റ് ബോഡീസുമായി ബന്ധപ്പെട്ടോ പബ്ലിക്കുമായി ബന്ധപ്പെട്ടോ ഇവർക്കിടയിലൊക്കെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ അതിലൂടെ ആ മീറ്റിങ്ങിലൂടെ അവർക്ക് അവരുടെ ഐഡിയാസും ഇൻഫർമേഷൻസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ആ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങളിൽ മെച്ചപ്പെടുത്തൽ നടത്താനായിട്ടും സാധിക്കും. ഈ 5 പോയിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതായിരുന്നു. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് sorry, 6th point to evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institution to increase the quality of healthcare in the community. എന്താണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്? ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന് വേണ്ടി അക്രഡിറ്റേഷൻ ഒക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലെ? പഠിച്ചില്ലേ നമ്മള്?
അക്രഡിറ്റേഷൻ എന്താന്നൊക്കെ പഠിച്ചില്ലേ? അക്രഡിറ്റേഷൻ ഇതുപോലെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? നിയമങ്ങള് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റച്ചട്ടങ്ങള്, അതുപോലെ സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങള് മുതലായവ എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. ആൻഡ് അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ വിലയിരുത്തുന്നതിന് ആവശ്യമായ പുതിയ വഴികൾ അല്ലെങ്കിൽ മെത്തേഡുകൾ രൂപീകരിക്കുക. ആൻഡ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. അതിലൂടെയെല്ലാം നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. എന്താ പറഞ്ഞത്? ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ വികസിപ്പിക്കുക. അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ വഴികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ വികസിപ്പിക്കുക. ഇതിലൂടെയെല്ലാം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. Then next point il parayunnathu to provide opportunity for training and research in the both sides of hospital services, healthcare delivery system and healthcare administration. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹെൽത്ത് കെയർ ഡെലിവറി ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുക. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഏതൊക്കെ മേഖലയില? ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലും, ഹോസ്പിറ്റൽ നൽകുന്ന സർവീസുകളുടെ മേഖലയിലായിക്കോട്ടെ, ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനം നൽകുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന മേഖലയിലായിക്കോട്ടെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലായിക്കോട്ടെ, അങ്ങനെ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലും പരിശീലനവും ഗവേഷണങ്ങളും നൽകാനുള്ള അവസരങ്ങൾ നൽകുക. Then to renovate the knowledge and skill of the health and hospital administrators and other personnel included in the management of healthcare organization by way of continuous education and research. അതുപോലെ തന്നെ to renovate the knowledge and skill of health administrators, hospital administrators-ന്റെയും ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒക്കെ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ജീവനക്കാരുടെയൊക്കെ ആ ഒരു നോളജും സ്കില്ലും അവരുടെ അറിവും കഴിവും ഒക്കെ എന്ത് ചെയ്യുക? റിനോവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നവീകരിക്കുക. included in the management of healthcare organization. Healthcare organizationന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും മറ്റ് ജീവനക്കാരുടെയും അറിവും കഴിവും നവീകരിക്കുക, റിനോവേറ്റ് ചെയ്യുക. എന്തിലൂടെ? ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസും റിസർച്ചുകളിലൂടെയും ഈ പറയുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും മറ്റ് ജീവനക്കാരുടെയും അറിവും കഴിവും എന്ത് ചെയ്യുക? നവീകരിക്കുക. ബൈ കണ്ടിന്യൂസ് വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. തുടർച്ചയായിട്ടുള്ള പഠനത്തിലൂടെയും ഗവേഷണങ്ങളിലൂടെയും അവരുടെ നോളജ് സ്കില്ലും എന്ത് ചെയ്യുക? റിനോവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് റെക്കഗ്നിഷൻ ടു റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് ടു അക്കോർഡ് അവാർഡ്സ്, scholarship and assistance in other suitable forms to deserving individuals and institution. അതുപോലെ തന്നെ എന്താണ്? ഒരു റിസർച്ച് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലുള്ള റിസർച്ചുകൾ നമ്മൾ പറഞ്ഞിരുന്നു. റിസർച്ചുകളൊക്കെ നല്ല രീതിയിൽ ഗ്രാൻഡ് റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്ക് വേണ്ടി നൽകുകയും, അതോടൊപ്പം തന്നെ ഇത്തരം ഗവേഷണങ്ങളും കൊള്ള ഒരു അംഗീകാരം മാത്രം നൽകിയാൽ പോരാ, ആ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യോഗ്യതയുള്ള ഇൻഡിവിജ്വൽസിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക? സ്യൂട്ടബിൾ ആയിട്ടുള്ള സഹായങ്ങള്, സ്കോളർഷിപ്പുകള്, അവാർഡുകള് മുതലായവ നൽകുകയും ചെയ്യുക. ഇത്രയും പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ.
Okay, to evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institution to increase the quality of healthcare in the community. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് ഏതാണ്? ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, നിയമങ്ങളും മാനദണ്ഡങ്ങളും വികസിപ്പിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ വിലയിരുത്തൽ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ മെത്തേഡുകൾ രൂപീകരിക്കുക. അതിലൂടെയെല്ലാം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ആ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലും, ഹോസ്പിറ്റൽ സർവീസുകളില്, ഹോസ്പിറ്റൽ കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളില്, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മുതലായ എല്ലാ വശങ്ങളിലും ട്രെയിനിങ് ആൻഡ് റിസർച്ചിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുക. ഓക്കെ ആണല്ലോ? ആ പോയിന്റ് ക്ലിയർ അല്ലേ? അടുത്തത് to renovate the knowledge and skill of health and hospital administrators and other personnel included in the management of healthcare organization. Healthcare organizationന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും മറ്റ് ജീവനക്കാരുടെയും അറിവും കഴിവും എന്ത് ചെയ്യുക? റിനോവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നവീകരിക്കുക. ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ശരിയായ പഠനത്തിലൂടെയും ഗവേഷണങ്ങളിലൂടെയും അവരുടെ അറിവും കഴിവും എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നവീകരിക്കുക. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് റെക്കഗ്നിഷൻ ടു റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് ടു അക്കോർഡ് അവാർഡ്സ്, scholarship and assistance in other suitable forms to deserving individual and institution. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ചുകൾക്ക് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുകയും അതോടൊപ്പം തന്നെ അതിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇൻഡിവിജ്വൽസിന്, നല്ല രീതിയിൽ യോഗ്യതയുള്ള ഡിസർവിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആവശ്യമായ അവാർഡുകള്, അതുപോലെ സ്കോളർഷിപ്പുകള്, അവർക്ക് ആവശ്യമായ പല വിധത്തിലുള്ള സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അസിസ്റ്റൻസും ഒക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ആ ഒരു 5 പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കട്ടെ. 4 പോയിന്റ്സ് അല്ലെ? അത് വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതിനുശേഷം അടുത്തത് പറയാം. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് പറയാലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ആണ്, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. To function as advisory or consultative body in the best interest of community and country to central and state governments, public sector undertakings, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization when needs or emerges or services are demanded for. ഇവിടെ ഈ ഒരു സെന്റൻസിൽ പറയുന്നത്
ടു ഫംഗ്ഷൻ ആസ് ആൻ അഡ്വൈസറി ഒരു കൺസൾട്ടേറ്റീവ് ബോഡി, ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി, നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ഒക്കെ മികച്ച താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട്, അതിപ്പോ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ ആവാം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാവാം, അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, അതുപോലെ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ, അങ്ങനെ അതുപോലെ തന്നെ കൂടാതെ ഇതിനോടൊപ്പമുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അതുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഓർഗനൈസേഷന്റെയും മികച്ച പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് എപ്പോഴാണോ സർവീസുകൾക്ക് ആവശ്യമായി വരുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ആ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും കൺട്രിയുടെയും മികച്ച താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ടു ഫംഗ്ഷൻ ആസ് ആൻ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എപ്പോഴും ഒരു ഉപദേശക സമിതിയായിട്ട് നിന്ന് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും രാജ്യത്തിന്റെയൊക്കെ നല്ല രീതിയിലുള്ള താല്പര്യങ്ങൾ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അത് എല്ലാ മേഖലയിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കാനുള്ള ഒരു ഉപദേശക സമിതിയായിട്ട് ഇവര് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്ത പോയിന്റ്, ടു ഹെൽപ് ടു പ്രിപ്പയർ SOPs. അതിന്റെ SOPയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. SOP പഠിച്ചിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും പഠിച്ചോ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെ, ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആകെ 2 ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ SOPയുടെ എക്സ്പാൻഡഡ് ഫോം ആണ്. അപ്പൊ അതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണേ. SOP നിങ്ങൾ ആ ഒരു സെന്റൻസിന്റെ ഇടയിലായതുകൊണ്ട് ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് SOP എന്താന്നുള്ളതൊന്ന് എഴുതി വെക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, അത് നോട്ട് ചെയ്യാം കേട്ടോ. അതും ചോദിക്കാറുണ്ട്. അതുപോലെ ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന രീതിയിലാണ് ചോദിക്കാറ്. കുറച്ച് ലെങ്തി സെന്റൻസുകൾ ആയതുകൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റീവിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, ടു ഹെൽപ് ടു പ്രിപ്പയർ SOPs, manuals, literature and books on healthcare management, quality and accreditation, healthcare technology, healthcare industry related subject, textbook for health management courses for benefit of the student and faculty, hospital and healthcare organization and academic institution. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇതാണ്, ടു ഹെൽപ് ടു പ്രിപ്പയർ SOPs, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പൊ അത്തരത്തില് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതുമായി ബന്ധപ്പെട്ട മാനുവലുകള്, ലിറ്ററേച്ചറുകള്, ബുക്കുകള് മുതലായവയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കുക. അതായത് എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറും മാനുവലും ബുക്സും SOPs ഒക്കെയാണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാവാം, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻസിനും അവരെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിനും ഒക്കെ പ്രയോജനകരമാവുന്ന ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, മാനുവലുകള്, ലിറ്ററേച്ചറുകള്, ബുക്സ് മുതലായവയൊക്കെ തയ്യാറാക്കുന്നതിൽ സഹായിക്കുക. Then next പോയിന്റിൽ പറയുന്നത്, ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services for overall improvement of the facilities. അതുപോലെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി, ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്. അതുപോലെ തന്നെ ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ് മേഖലയിലായിക്കോട്ടെ, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അതുപോലെ ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റുമായി ബന്ധപ്പെട്ടും, മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ടും, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടും, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻസ്, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി അതുപോലെയുള്ള സർവീസുകൾ, അങ്ങനെ ഓവറോൾ
ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റി. ഇത്തരത്തിലുള്ള ആ ഒരു മൊത്തത്തിൽ ഇത്തരം സംവിധാനങ്ങളുടെയൊക്കെ മൊത്തത്തിലുള്ള ആ ഒരു സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഫഷണൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു വിദഗ്ധ അഭിപ്രായം എന്ത് ചെയ്യുക, ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക. അപ്പൊ പ്രൊഫഷണൽ ആയിട്ട് പറയുന്ന വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം മേഖലകളിൽ, ഏതൊക്കെ മേഖലകളില്, ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ ഫീൽഡ്, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ് മേഖല, അതുപോലെ മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി സർവീസസ് മുതലായ എല്ലാ മേഖലകളിലും അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഫെസിലിറ്റികളുടെ ഇംപ്രൂവ്മെന്റ്, അവർ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ വിദഗ്ധ ഉപദേശങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ആ ഒരു സെന്റൻസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് competition on different parameters to bring competitiveness for enhancing health care quality and training. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനകത്തുള്ള വിത്തിൻ ഇന്ത്യൻ ഹോസ്പിറ്റൽസ്, തൊട്ടടുത്ത ഹോസ്പിറ്റലുകളാവാം അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടൊക്കെ അവാർഡ് കോമ്പറ്റീഷനുകൾ സംഘടിപ്പിക്കാം. അപ്പൊ അങ്ങനെ അവാർഡ് കോമ്പറ്റീഷൻ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അവാർഡ് കോമ്പറ്റീഷൻസ് സംഘടിപ്പിക്കുകയും അവരുടെ ഇടയിൽ ആ ഒരു മത്സര ബുദ്ധി ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ ആ ഒരു ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റിയും അവർക്ക് കൊടുക്കുന്ന പരിശീലനങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ദ ഇൻഡിവിജ്വൽ who have made extraordinary and significant contribution in the field of health and hospital management in general and to the academy in particular. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ, ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ദി ഇൻഡിവിജ്വൽ. അതായത് നമ്മുടെ ഇത്തരത്തിലുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളില് നല്ല എക്സ്ട്രാ ഓർഡിനറി അസാധ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകുന്ന ഇൻഡിവിജ്വൽസിനെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുക. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് പോയിന്റ് ആണ് to realize and make facility to the individual who have made extraordinary and significant contribution in the field of health and hospital management in general and the academy in particular. അപ്പൊ പൊതുവായിട്ട് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പൊതുവായിട്ട് 1 minute. Okay. ഇത്തരം മേഖലയില് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് പൊതുവായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി അസാധ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുക. ഇത്രയും നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു നിർത്തിയത്. To function as an advisory consultative body തുടങ്ങിയല്ലേ, അവിടെ തുടങ്ങിയല്ലേ രണ്ടാമത് പറയേണ്ടത്. ഓക്കെ, to function as advisory or consultative body, ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും കൺട്രിയുടെയൊക്കെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മികച്ച താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഇത്തരം മേഖലകളിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് മേഖലയാവാം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടാവാം, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടും ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടും മറ്റ് ഹെൽത്ത്
റിലേറ്റഡ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾക്കനുസരിച്ചുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഉപദേശക സമിതിയായി നിന്ന് ഇവർക്ക് ആവശ്യമായ ഒരു ഉപദേശക സമിതിയായി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു സെന്റൻസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടു ഹെൽപ് ടു പ്രിപ്പയർ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, മാനുവലുകള്, ലിറ്ററേച്ചർ, ബുക്ക് മുതലായവ എന്ത് ചെയ്യുക, തയ്യാറാക്കാനായിട്ട് സഹായിക്കാം. ഇത്രമാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഏതൊക്കെ മേഖലകളിലുള്ളതാ? ഹെൽത്ത് കെയർ മാനേജ്മെന്റ് മേഖലയുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഹെൽത്ത് കെയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതോ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടോ, മറ്റ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും മാനുവലുകളും ലിറ്ററേച്ചറും ബുക്കുകളും ഒക്കെ തയ്യാറാക്കാനായിട്ട് സഹായിക്കുക. നെക്സ്റ്റ് പറയുന്നത് ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വിദഗ്ധ അഭിപ്രായം പ്രയോജനപ്പെടുത്തുക. എന്തൊക്കെ? ഇത് മേഖലയുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി ആൻഡ് സർവീസസ് ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ഫെസിലിറ്റി. ഇത്തരം മേഖലകളുടെ അവർ നൽകുന്ന ഫെസിലിറ്റിയിലെ ഇംപ്രൂവ്മെന്റ്, മൊത്തത്തിലുള്ള ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ ഉപദേശങ്ങൾ അല്ലെങ്കിൽ വിദഗ്ധ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അടുത്തത് പറഞ്ഞത് ഹോസ്പിറ്റൽസിനിടയിൽ അല്ലെങ്കിൽ അതുമായി അതുപോലെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിടയിലൊക്കെ അവാർഡ് കോമ്പറ്റീഷൻസ് വിവിധ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് സംഘടിപ്പിക്കുക. അതിലൂടെ അവർക്കിടയിൽ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ അവർ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് ഡെലിവറി ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പരിശീലനങ്ങളും അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പറഞ്ഞത് ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ദ ഇൻഡിവിജ്വൽ. ഇപ്പൊ സാധാരണയായിട്ട് പൊതുവായിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിൽ പൊതുവായിട്ട് പ്രത്യേകമായിട്ടും ഒരു അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് നൽകുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഭാഗം. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? കംപ്ലീറ്റ് ആയോ? ശരി. സോ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Health indicators are calculable characteristics of a population, which researchers use as supporting evidence for explaining the health of a population. ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആ കാൽക്കുലബിൾ ക്യാരക്ടേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷന്റെ
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന സവിശേഷതകളാണ് ശരിക്കും ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷനെ തിട്ടപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ റിസർച്ചേഴ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? റിസർച്ചേഴ്സ് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതൊരു പോപ്പുലേഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുന്ന, മൂല്യവത്തായിട്ടുള്ള തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സവിശേഷതകളാണ് ശരിക്കും ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോന്ന് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ അവിടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് റിസർച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ്. എന്തിനു വേണ്ടി? ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ഒരു തെളിവായിട്ട് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആ ഒരു പോപ്പുലേഷന്റെ സവിശേഷതമായിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു കാൽക്കുലബിൾ ആയിട്ടുള്ള നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുന്ന സവിശേഷതകളാണ് ശരിക്കും ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം മികച്ചതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Normally, researchers will use a survey methodology to collect information about a population sample. സാധാരണയായിട്ട് നമ്മുടെ റിസർച്ചേഴ്സ് സർവേ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഫർമേഷൻസ്, ആ ഒരു പോപ്പുലേഷൻ സാമ്പിൾ എടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സർവേ മെത്തഡോളജിയാണ്, ഈ സർവേ മെത്തേഡാണ് യൂസ് ചെയ്യാറ്. Use statistics to generalize the information gathered to the total population and then use the statistical analysis to make a statement about the health of the population. ഒരു പോപ്പുലേഷൻ സാമ്പിൾ ആണ്. അപ്പൊ എപ്പോഴും ഒരു അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ ഒരു പോപ്പുലേഷനെ മൊത്തത്തിൽ അനലൈസ് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പോപ്പുലേഷൻ സാമ്പിൾ കളക്ട് ചെയ്യും. കുറച്ച് ഏരിയ മാത്രം നമ്മൾ സാമ്പിൾ എടുത്ത് അവിടെ സർവേ ചെയ്യും. സർവേ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും? കളക്ട് ചെയ്യാം. അതിനുശേഷം ഇത് അനാലിസിസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്തതിനു ശേഷം അത് ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ്റെതായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ പോപ്പുലേഷൻ്റെതായിട്ട് കൺവേർട്ട് ചെയ്ത് ആ ഒരു അനാലിസിസിലൂടെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിലേക്ക് എത്തും. എന്തുമായി ബന്ധപ്പെട്ട പ്രസ്താവന? ആ ഒരു മൊത്തം പോപ്പുലേഷന്റെ ആരോഗ്യം ഇങ്ങനെയാണ്, ഹെൽത്ത് ഇങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവനയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. Then health indicators are often used by government to guide healthcare policy or to make goals for improving population health. അപ്പൊ പോപ്പുലേഷന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട നല്ല നയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഗവൺമെന്റ്സ് ഇത്തരം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ പോപ്പുലേഷനിലെ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് നമുക്ക് വളരെ മൂല്യവത്തായിട്ടുള്ള, നമുക്ക് തിട്ടപ്പെടുത്താവുന്ന സവിശേഷതകളെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നത്? പോപ്പുലേഷന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് വിശകലനം വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടീവ് എവിഡൻസ് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവായിട്ട് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നു. നോർമലി റിസർച്ചേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് അല്ലെങ്കിൽ സർവേ മെത്തഡോളജിയാണ് നോർമലി റിസർച്ചേഴ്സ് യൂസ് ചെയ്യാറ്. അത്തരത്തിലുള്ള സർവേ മെത്തഡോളജി ഉപയോഗിച്ച് ആ പോപ്പുലേഷൻ സാമ്പിളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അത് അവര് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ ഒരു ഇൻഫർമേഷനെ ജനറലൈസ് ചെയ്ത് ടോട്ടൽ പോപ്പുലേഷന്റെ ഇൻഫർമേഷൻ ആക്കി മാറ്റും.
അതിനുശേഷം ഇത് അനാലിസിസ് ചെയ്ത് ഈ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഗവൺമെന്റും സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പോപ്പുലേഷന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആരോഗ്യ പരിചരണ നയങ്ങൾ പുതുതായിട്ട് രൂപീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഗവൺമെന്റും ഇത്തരം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളെ വരെ വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് കേട്ടോ പറയുന്നത്. എ ഹെൽത്ത് ഇൻഡിക്കേറ്റർ which will be used internationally to explain global health must have the following characteristics. അപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഇന്റർനാഷണലി അന്താരാഷ്ട്ര നിലവാരത്തിൽ നമുക്കത് ഉപയോഗിക്കാനും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ അവിടുത്തെ പോപ്പുലേഷന്റെ ആരോഗ്യം എങ്ങനെയാണെന്ന് വിശദീകരിക്കണമെങ്കിൽ ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ട കുറച്ച് സവിശേഷതകളുണ്ട്. ഇന്റർനാഷണലി ഇത് യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ പറയുന്നത്. ഒന്നാമത്തത് ഫസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. അപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന പല യൂണിറ്റുകളും പുറമെ രാജ്യങ്ങളിൽ യൂസ് ചെയ്യാനുണ്ടാവില്ല അല്ലെ. SI യൂണിറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ. ഇപ്പോ എന്തിന്റെ ആയിക്കോട്ടെ, വെയിറ്റിന്റെ ആയിക്കോട്ടെ, ഡിസ്റ്റൻസിന്റെ ആയിക്കോട്ടെ, അങ്ങനെ എന്തിന്റെ ആണോ, പവറിന്റെ ആയിക്കോട്ടെ, നമ്മൾ എന്തിന്റെ ആണോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് നമുക്കൊരു ഇന്റർനാഷണലി യൂണിഫോംലി ഏതൊരു രാജ്യത്തും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, യൂണിഫോം ആയിട്ട് നമുക്ക് ഇന്റർനാഷണലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കണം ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർനാഷണലിയും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ it must be explained in such a way that it can be gauged uniformly internationally. വളരെ യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളരെ യൂണിഫോം ആയിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ നമുക്ക് ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അളക്കാൻ ഉപയോഗിക്കുന്ന വിധത്തിലായിരിക്കണം ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവേണ്ടത്. രണ്ടാമത്തത് ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ഇതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാധുത ഉറപ്പാക്കിയിരിക്കണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. വളരെ ആക്യുറേറ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. അത്തരത്തിലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഇതിനുണ്ടായിരിക്കണം. മൂന്നാമത്തെ, the indicator must be data which can be indicator എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് ആണ്. അപ്പൊ ആ ഒരു ഡേറ്റ നമുക്ക് പ്രാക്ടിക്കലി കളക്റ്റഡ് ഇൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം, വളരെ ന്യായമായ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വളരെ പ്രായോഗികമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ്, the analysis of the data must result in a recommendation on which people can make changes to improve health. അതുപോലെ തന്നെ ഈ ഡേറ്റാസിനെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അത് എന്തിൽ റിസൾട്ട് എന്താണ്, മസ്റ്റ് റിസൾട്ടിങ് എന്തിൽ കലാശിക്കണം എന്നാ പറയുന്നത്, റെക്കമെൻഡേഷൻ ഓൺ വിച്ച് പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ഇംപ്രൂവ് ഹെൽത്ത്. അവരുടെ ആരോഗ്യത്തെ, അതായത് ആളുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശുപാർശയിലായിരിക്കണം ഇത് കലാശിക്കേണ്ടത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഇന്റർനാഷണലി യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഇത് നമുക്ക് വളരെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഒരേപോലെ അളക്കാൻ കഴിയുന്ന ഒരു വിധത്തിലായിരിക്കണം ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കേണ്ടത്.
രണ്ടാമത്തത് ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ഇതിന് നല്ല രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സാധ്യത ഉണ്ടായിരിക്കണം, വളരെ റിലയബിൾ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അതുപോലെ ദ ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി എ ഡേറ്റ. ഈ ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് മസ്റ്റ് ബി ഡേറ്റ വിച്ച് ക്യാൻ പ്രാക്ടിക്കലി ബി കളക്റ്റഡ് ഇൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. വളരെ പ്രായോഗികമായിട്ടുള്ള ന്യായമായ സമയത്തിനുള്ളിൽ തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. നാലാമത്തെ പോയിന്റ് പറയുന്നത് ദ അനാലിസിസ് ഓഫ് ദി ഡേറ്റ. നമ്മൾ കളക്ട് ചെയ്ത് കിട്ടിയ ആ ഡേറ്റാസ് നമ്മൾ അനാലിസിസ് ചെയ്യും, അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന സമയത്ത് അത് എന്തിൽ കലാശിക്കണം എന്ന് പറഞ്ഞേ, ആ ഒരു പീപ്പിൾസ് അല്ലെങ്കിൽ ആളുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശുപാർശയിൽ കലാശിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത് ഇൻക്ലൂഡഡ് ആയത് ഏതെന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ അതിനുശേഷം ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പഠിക്കുകയാണ് കേട്ടോ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ നോക്കിയേ. നെക്സ്റ്റ്, ദ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്. ആരോഗ്യ നിലയെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ഇസ് ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, മരണനിരക്ക്. ഒരു രോഗത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള നിർദ്ദിഷ്ട മരണനിരക്ക്, രോഗാവസ്ഥ, മോർബിഡിറ്റി, അതുപോലെ ഡിസബിലിറ്റി, വൈകല്യം മുതലായവ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ഇനി ആരോഗ്യത്തെ നമുക്ക് നിർണ്ണയിക്കാൻ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് ബിഹേവിയേഴ്സ്. നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ജൈവപരമായിട്ടുള്ള എന്താണ് അപകട കാരണങ്ങൾ അല്ലെങ്കിൽ അപകട ഘടകങ്ങള്, ഹെൽത്ത് ബിഹേവിയേഴ്സ്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങള്, അതുപോലെ തന്നെ ഹെൽത്ത് സിസ്റ്റം, സർജിക്കൽ പ്രൊസീജിയേഴ്സ്, നമുക്ക് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസ് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, ഏതൊക്കെ ഹെൽത്ത് സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെയും നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ ഇതുപോലെ മോർട്ടാലിറ്റി വരുന്നുണ്ട്, അതുപോലെ മറ്റ് പ്രിവാലൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന വരുന്നതാണ് കേട്ടോ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അത് ഫസ്റ്റ് വൺ ആണ്. ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡെത്ത് റേറ്റ് ആണ്. ഇത് നിങ്ങൾ കേട്ട് കാണും. ഡെത്ത് റേറ്റിനെ തന്നെ നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് എന്നത് കൂടി അറിയപ്പെടുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? മോർട്ടാലിറ്റി എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? സാധാരണ നമ്മൾ മോർട്ടാലിറ്റി എന്ന ടേം ആണ് യൂസ് ചെയ്യുക. ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും സാധാരണ യൂസ് ചെയ്യുന്ന ടേം ആണ് മോർട്ടാലിറ്റി റേറ്റ്. അതാണ് പറയുന്നത്. മരണനിരക്ക് തന്നെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാലും. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാലും മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നമ്മുടെ മരണനിരക്കിനെയാണ് ഇത് പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. നോക്കിയേ, ഇസ് എ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത്. മരണനിരക്ക് എന്താണ് ശരിക്കും? നമ്പർ ഓഫ് ഡെത്ത് അല്ലെ? എത്ര ആളുകൾ മരണപ്പെട്ടു, അതിന്റെ എണ്ണാലേ നമ്മളെ മരണനിരക്കായിട്ട് എടുക്കാം. ആണോ? അതെ അല്ലെ? ഇൻ ജനറൽ ചിലപ്പോ പൊതുവായിട്ടുള്ള രോഗങ്ങളാൽ മരണപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഓയിങ് ടു എ സ്പെസിഫിക് കോസ്, പ്രത്യേക കാരണവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടതാവാം അല്ലെ? ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ, ഒരു പ്രത്യേക പോപ്പുലേഷനില് മെഷർ ടു ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷന്റെ സൈസ് ഒക്കെ മെഷർ ചെയ്ത് അതിലൊരു പർട്ടിക്കുലർ പോപ്പുലേഷനില് പെർ യൂണിറ്റ് ഓഫ് ടൈം, ഒരു കൃത്യ സമയപരിധിക്കുള്ളില് എത്ര ആളുകൾ മരണപ്പെട്ടു, അതല്ലേ നമ്മുടെ പോപ്പുലേഷൻ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഒരു പ്രത്യേക സമയപരിധി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ തരത്തിലുമുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലാണ് നമ്മൾ കണക്കാക്കുക കേട്ടോ. ചിലപ്പോ ഒരു മാസമായിരിക്കാം,
ചിലപ്പോൾ ഒരു വർഷമായിരിക്കും. ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ ആ പ്രത്യേക പോപ്പുലേഷനില് എത്ര പേര് മരണപ്പെട്ടു, അല്ലെങ്കിൽ എത്ര പേർക്ക് രോഗങ്ങൾ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ ഇവിടെ ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു പർട്ടിക്കുലർ ഒരു യൂണിറ്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക സമയപരിധിക്ക്, ഒരു സ്പെസിഫിക് ടൈം പീരീഡില് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് എത്ര ആളുകൾ മരണപ്പെട്ടു. അതിപ്പോ പൊതുവായിട്ടുള്ള അസുഖങ്ങളായിട്ട് മരിച്ചതാവാം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാരണത്താൽ മരണപ്പെട്ടതും ആവാം. ആ ഒരു പ്രത്യേക ടൈം പീരീഡില് ആ ഒരു പോപ്പുലേഷനില് എത്ര നമ്പർ ഓഫ് ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ടോ അതിനെയാണ് നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? അത് മനസ്സിലാക്കാതെ നമുക്ക് ഇനി ഒരു ഫോർമുലാസ് ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എന്താണ് ഒരു മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് മനസ്സിലായോ? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത് പറയുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. എന്നിട്ട് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ, അപ്പൊ ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഡെത്ത് റേറ്റിന്റെ മറ്റൊരു പേര് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. The term mortality indicates the total death that happen especially on a large scale such as in a population or geographical area. ഒരു പോപ്പുലേഷനില് അല്ലെങ്കിൽ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയില് ഒരു ലാർജ് സ്കെയിലുള്ള മരണം അല്ലെ, ലാർജ് സ്കെയിലുള്ള സംഭവിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ടോട്ടൽ ഡെത്ത്, മൊത്തത്തിലുള്ള മരണത്തിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണ നിരക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം വയനാട് ദുരന്തം നമ്മൾ ഇപ്പൊ അടുത്ത തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഒരുപാട് പേര് ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരുപാട് പേര് ലാർജ് സ്കെയിൽ എന്ത് ചെയ്തു, ടോട്ടൽ ഡെത്ത് ഒരുപാട് പേര് മരണപ്പെട്ടില്ലേ, മരണപ്പെട്ടോ? അത്തരത്തിലൊരു ലാർജ് സ്കെയിലില് ഒരു പോപ്പുലേഷനിലോ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലോ സംഭവിക്കാവുന്ന ടോട്ടൽ ഡെത്തിനെയും നമുക്ക് മോർട്ടാലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. Then it is normally represented in the form of mortality rate. സാധാരണ നമ്മൾ മോർട്ടാലിറ്റി കൂടുതൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് കാണുന്നത്, കാരണം ഡെഫിനിഷൻസ് അനുസരിച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് ആണ് നമ്മൾ സാധാരണയായിട്ട് ആ ഒരു ടേം ആണ് യൂസ് ചെയ്യാറ്. As per the mortality rate ന്റെ ഡെഫിനിഷൻ പ്രകാരം an index of the എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് അവിടെ പറയുന്നത്. An index of the number of deaths each year or a specific time interval in a specified population is called the mortality rate. ആ ഒരു സെൻറ്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത്? ഒരു വർഷത്തിലായിരിക്കാം ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ടൈം ഇന്റർവൽ, ചിലപ്പോൾ 6 മാസമോ 3 മാസമോ 1 വർഷമോ ആയിരിക്കും. ആ ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെലിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ ആ ഒരു സ്പെസിഫൈഡ് പോപ്പുലേഷൻ, ആ ഒരു പ്രത്യേക പോപ്പുലേഷനിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ മരണങ്ങളുടെ എണ്ണമാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഡെത്ത് റേറ്റ് എന്നും കൂടി പറയാം. അത് മനസ്സിലായല്ലോ? മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു ഏരിയയില് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് ഒരു പ്രത്യേക സമയപരിധി, സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്. അത് ചിലപ്പോൾ 6 മാസമാവാം, അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് തരും കേട്ടോ. 1 വർഷമാവാം. അങ്ങനെ എന്തൊരു സ്പെസിഫിക് ടൈം പീരീഡില് ആ ഒരു പ്രത്യേക പോപ്പുലേഷനില് എത്ര നമ്പർ ഓഫ് ഡെത്തുകൾ നടന്നിട്ടുണ്ടോ അത്രയും നമ്പർ ഓഫ് ഡെത്തുകളുടെ ആ ഒരു റേറ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ അത്? Then it's normally expressed in population unit like death per 1,000 people for a record period or specified time frame. ആ ഒരു പ്രത്യേക ടൈം പീരീഡില് എത്രത്തോളം നമ്മളൊരു പോപ്പുലേഷൻ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റേറ്റ് കാണുക. അതായത് 1000 ആളുകളിൽ എത്ര പേര് മരണപ്പെട്ടു, അങ്ങനെ ആ ഒരു പോപ്പുലേഷൻ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമില് ആ ഒരു പ്രത്യേക സമയപരിധിയില് 1000 ആളുകളിൽ എത്ര പേര് മരണപ്പെട്ടു എന്ന രീതിയിൽ ആ ഒരു പോപ്പുലേഷൻ യൂണിറ്റുകളായിട്ടാണ് നമ്മൾ ഇത് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് തരില്ല, മറിച്ച് ഈ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുലാസ് പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം.
നിങ്ങൾ ഓൾറെഡി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ കുറച്ച് ഫോർമുലയൊക്കെ പഠിച്ചില്ലേ? പഠിച്ചു. അതുപോലെ ഇവിടെ ഫോർമുല പഠിച്ചു വെക്കണം. അതുപോലെ മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല എന്താണെന്ന് ചോദിക്കാം. അതുപോലെ ഇതിലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു 2-3 ഫോർമുലാസ് വരുന്നുണ്ട്. അങ്ങനെ മിക്ക ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഫോർമുലാസ് ഉണ്ട്. ഫോർമുലാസ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഫോർമുല എന്താണെന്നായിരിക്കും ചോദിക്കുക കേട്ടോ. ഇപ്പൊ മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല എന്താണ്, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല എന്താണ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല എന്താണ്, അങ്ങനെയായിരിക്കും ചോദിക്കുക. അല്ലാതെ കാൽക്കുലേഷൻസ് വരില്ല കേട്ടോ. കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല, പക്ഷെ ഫോർമുല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നു? ഫോർമുല വഴി ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കൊണ്ടാണ് പിന്നെയും മിസ് പറയുന്നത് കേട്ടോ. ഫോർമുല ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ഫോർമുലാസ് ചോദിക്കാറ്. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനേക്കാൾ കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഫോർമുലാസ് വരാറുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത് ഈ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. ഫോർമുല എന്താണ്, ആ ഒരു മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് പഠിക്കുക, ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ 3 എണ്ണം പറയുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ഫോർമുലാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റിംഗ് മോർട്ടാലിറ്റി റേറ്റ്, ഒരു മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് ഇവിടെ ഫോർമുലയായിട്ട് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുലയാണ് മോർട്ടാലിറ്റി റേറ്റ് is equal to number of deaths divided by total population into 1000 the whole divided by 365. മോർട്ടാലിറ്റി റേറ്റിന്റെ ഡെഫിനിഷൻ ഫോർമുലയാണ് കേട്ടോ. നമ്പർ ഓഫ് ഡെത്ത്, എത്രത്തോളം നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, ആ ഒരു മൊത്തം പോപ്പുലേഷനില് എത്രത്തോളം നമ്പർ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ മരണങ്ങൾ സംഭവിച്ചു, ഇൻറ്റു 1000 the whole divided by 365. ഈ ഒരു ഫോർമുല അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫോർമുലാസ് കേട്ടോ. സ്കിപ്പ് ചെയ്ത് കളയരുതേ, എപ്പോഴും ചോദിക്കാം. അപ്പൊ ചിലപ്പോൾ ഡിനോമിനേറ്റർ മുകളിലേക്ക് ആയിട്ട് ന്യൂമിനേറ്റർ താഴേക്ക് ആയിട്ട് ഇടാം, ചിലപ്പോൾ 1000ന്റെ പകരം 100 ആയിരിക്കാം, ചിലപ്പോൾ 365 ഉണ്ടായില്ലാന്ന് വരാം. അങ്ങനെ പല രീതിയിലും ഓപ്ഷൻസ് വരാം കേട്ടോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഓപ്ഷനിൽ കാണുള്ളൂ. അപ്പൊ ആ ആൻസർ കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? പ്രത്യേകം പിന്നെയും മിസ് പറയുന്നത് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ. കാൽക്കുലേഷൻസ് ഇല്ലെങ്കിൽ പോലും ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. അത് എപ്പോഴും ആയിട്ട് മെയിൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ എപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു 3 എണ്ണം പഠിക്കാനുണ്ട്. ഹോസ്പിറ്റലില് ഈ മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 3 എണ്ണം പഠിക്കാനുണ്ട്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അവിടെ വരുമ്പോൾ ഫോർമുലയിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ equal to total number of death happened in the hospital in a period. ഒരു പ്രത്യേക സമയപരിധിയിൽ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള മൊത്തം നമ്പർ ഓഫ് ഡെത്തുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ്, ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് എന്നാണ് കേട്ടോ. ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു കാലം സെയിം, എപ്പോഴും മുകളിലത്തെ ആ ഒരു സെയിം പീരീഡ് തന്നെ ആയിരിക്കും നമ്മൾ താഴെ എടുക്കുക കേട്ടോ. ഇപ്പൊ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസത്തെ ആ ഒരു പീരീഡിനുള്ളിൽ ഉള്ളതാണ് എടുക്കുന്നതെങ്കിൽ അതേ പീരീഡിനുള്ളത് തന്നെയായിരിക്കും നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയിരിക്കും. ഇപ്പൊ ഒരു വർഷത്തെയാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ, ആ ഒരു വർഷത്തില് എത്ര നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകൾ ഉണ്ടായിട്ടുണ്ട്, അത് മനസ്സിലായല്ലോ. ഒരു വർഷത്തിൽ അവിടെ എത്ര നമ്പർ ഓഫ് മരണങ്ങളും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഒരുപാട് പേര് പോകുന്നുണ്ടാവുമല്ലോ അല്ലെ. മരിച്ച് ഡിസ്ചാർജ് ആവുന്നത്, മരണം കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്ചാർജ് ആക്കുന്നുണ്ട്, അല്ലാതെയും ഡിസ്ചാർജ് ആയി പോകുന്നുണ്ടല്ലോ. അങ്ങനെ ആ ഒരു വർഷത്തില്, ഒരു വർഷമാണ് നമ്മൾ പീരീഡ് എടുക്കുന്നതെങ്കിൽ ആ ഒരു വർഷത്തില് എത്ര നമ്പർ ഓഫ് ആളുകള് മരണപ്പെട്ടു അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി, അവരുടെ മൊത്തം നമ്പർ, അതിൽ ആ സെയിം പീരീഡില് എത്രത്തോളം നമ്പർ ഓഫ് ഡെത്ത് സംഭവിച്ചു അല്ലെങ്കിൽ മരണം സംഭവിച്ചു ഇൻറ്റു 100 ചെയ്താല് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? അത് അവിടെ വരെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. ബാക്കി ഭാഗം നമുക്ക് ഒന്നുകൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആ ഒരു മോർട്ടാലിറ്റി റേറ്റിന്റെ മെയിൻ ഫോർമുല നോട്ട് ചെയ്ത് വെക്കാം. ഫോർമുലാസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോടെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.